തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കുള്ള പരിശീലനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച മൊഡ്യൂൾ തയ്യാറാക്കൽ ശില്പശാല തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ അഭിയാൻ സമ്മാൻ സമാരോഹ് പദ്ധതി മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാലയങ്ങളിൽ കുടുംബശ്രീ മാ കെയർ സ്റ്റോറുകൾക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂൾ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസിൽ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ അവസരം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കുള്ള പരിശീലനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച മൊഡ്യൂൾ തയ്യാറാക്കൽ ശില്പശാല തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വികേന്ദ്രീകരണ ആസൂത്രണ പ്രക്രിയയെ പറ്റിയും എന്തുകൊണ്ടാണ് കേരളം ഈ മേഖലയിൽ ഒരു മാതൃക ആയത് എന്നതിനെ പറ്റിയും വിശദീകരിക്കേണ്ടതുണ്ട്. മറ്റുള്ള വകുപ്പുകളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഈ വകുപ്പിൻ്റെ ഉദ്ദേശം ഭരിക്കുക എന്നുള്ളതല്ല, പകരം ഭരണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക എന്നതാണെന്നും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഉദ്യോഗസ്ഥ വർഗവും രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിലുള്ള ബന്ധവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി ഭരണസമിതി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും അവ സംസ്ഥാന സർക്കാരുകളുടെ നയവുമായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. വരാൻ പോകുന്ന സെക്രട്ടറിമാർക്കുള്ള ട്രെയിനിങ് ഒരവസരമായിട്ടാണ് കാണേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയതായി നിയമിക്കപ്പെടുന്ന സെക്രട്ടറിമാർക്ക് നൽകുന്ന 3 മാസത്തെ പരിശീലനത്തോടനുബന്ധിച്ചാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി.വി. അനുപമ IAS, പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് IAS, 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ, നവകേരള മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ടി.എൻ. സീമ, IKM ചീഫ് മിഷൻ ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു IAS, മുൻ ചീഫ് സെക്രട്ടറിമാരായ SM വിജയാനന്ദ് IAS റിട്ടയേർഡ്, ശാരദ മുരളീധരൻ IAS റിട്ടയേർഡ് തുടങ്ങിയവർ ആമുഖമായി സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് അധ്യക്ഷനായിരുന്നു. കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS സ്വാഗതം പറഞ്ഞു. കില രജിസ്ട്രാർ കെ ആർ സുമേഷ് നന്ദിയും അറിയിച്ചു. സമാപന സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള IAS മുഖ്യാതിഥിയായി. വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്പൂർണ്ണ അഭിയാൻ സമ്മാൻ സമാരോഹ് പദ്ധതിയിൽ മികച്ച പ്രകടനം നടത്തിയ ജില്ലകൾക്കും ബ്ലോക്കുകൾക്കുമുള്ള പുരസ്കാരങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് വിതരണം ചെയ്തു. പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങിൽ സെക്രട്ടറി എസ് ഹരികിഷോർ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സാമൂഹിക ജീവിത നിലവാര സൂചികകളിൽ ചരിത്രപരമായി മുന്നിലാണെന്ന് മന്ത്രി പറഞ്ഞു. പല കാര്യങ്ങളിലും ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളം. എന്നാൽ പ്രാദേശികമായി പിന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത്തരം സ്ഥലങ്ങളെയും ജനതയെയും കൂടി മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് പദ്ധതി സഹായിക്കുന്നു. സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കിയതിലൂടെ 10 പോയിന്റ് ഒറ്റയടിക്ക് നേടി സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്താൻ കേരളത്തിന് കഴിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കാസർഗോഡ് പരപ്പ ബ്ലോക്കിന് പദ്ധതിയിലൂടെ 3.5 കോടി രൂപയും വയനാട് പനമരം ബ്ലോക്കിന് 1.5 കോടി രൂപയും ധനസഹായം ലഭിച്ചു. വിവിധ ജില്ലകളെയും ബ്ലോക്കുകളെയും മുന്നിലെത്തിക്കാൻ പ്രവർത്തിച്ച ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. കാസർഗോഡ് ജില്ലയ്ക്കായി ജില്ലാ കളക്ടർ ഇമ്പശേഖറും വയനാട് ജില്ലയ്ക്കായി ജില്ലാ കളക്ടർ മേഘശ്രീയും പുരസ്കാരം ഏറ്റുവാങ്ങി. പാലക്കാടിനുള്ള പുരസ്കാരം സബ് കളക്ടർ അഞ്ജിത് സിംഗും ഇടുക്കിക്കുള്ള പുരസ്കാരം ADM വിനോദും ഏറ്റുവാങ്ങി. വിവിധ ബ്ലോക്കുകൾക്കുള്ള പുരസ്കാരം ബ്ലോക്ക് പ്രതിനിധികൾ മന്ത്രിയിൽ നിന്ന് സ്വീകരിച്ചു. പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് ഷഫീഖ്, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വർഷം സംസ്ഥാനത്തെ 1000 വിദ്യാലയങ്ങളിൽ കുടുംബശ്രീ മാ കെയർ സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, സ്കൂൾ സ്റ്റേഷനറി, സാനിറ്ററി നാപ്കിനുകൾ എന്നിവ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ മാ കെയർ സ്റ്റോർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കരമന ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി അധ്യക്ഷനായി. കുട്ടികളുടെ സുരക്ഷയും ആരോഗ്യകരമായ പഠനാന്തരീക്ഷവും മുൻനിർത്തി സംസ്ഥാനത്തെ 14,000 സ്കൂളുകളിലും മാ കെയർ പദ്ധതി ആരംഭിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ സ്വാഗതം പറഞ്ഞു.
തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ മുഖ്യാതിഥിയായി. കരമന GHSS പ്രിൻസിപ്പൽ ഷൈലമ്മ TK, കരമന GHS ഹെഡ്മിസ്ട്രസ് ശ്രീജ P, നഗരസഭാ വാർഡ് കൗൺസിലർ മഞ്ജു TS, തിരുവനന്തപുരം CDS-3 അധ്യക്ഷ ഷൈന T എന്നിവർ ആശംസ നേർന്നു. കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രമേഷ് G നന്ദി പറഞ്ഞു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂൾ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. പട്ടാമ്പി MLA മുഹമ്മദ് മൊഹസീൻ അധ്യക്ഷനായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 ഘട്ടങ്ങളിലായി 1.5 കോടി രൂപ വിനിയോഗിച്ചാണ് വിളയൂർ ബഡ്സ് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻ്ററിലൊന്നാണ് വിളയൂരിലേത്. വിളയൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധ പദ്ധതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാബിറ ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അശ്വതി, ബഡ് റിഹാബിലിറ്റേഷൻ പ്രിൻസിപ്പൽ മറിയ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂർ മുളങ്കുന്നത്തുകാവ് കില ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസിൽ BA റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവേണൻസ് ഓണേഴ്സ്, BA ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓണേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ അവസരം. 1ാം വർഷ കോഴ്സിന് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാല പ്രഖ്യാപിക്കുന്ന സ്പോട്ട് അഡ്മിഷൻ തീയതിയിൽ കോളേജിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടാവുന്നതാണ്. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 0487 220 7403 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കാർഷിക പമ്പുകളുടെ സൗരോർജ്ജവത്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ കൂടിയാലോചനാ യോഗം ചേർന്നു. മണ്ഡലത്തിലെ കാർഷിക ഇടങ്ങൾ കാർബൺ രഹിത ഇടങ്ങളാക്കുന്നതിനായി പരമ്പരാഗത ഊർജ്ജോപാധികൾക്ക് ബദലായി ഹരിതോർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. മണ്ഡലത്തിലെ നഗലശ്ശേരി, കപ്പൂർ, ചാലിശ്ശേരി പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിൽ കാർഷിക പമ്പുകളുടെ സൗരവത്കരണം പദ്ധതിയുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചു. വൈദ്യുത കണക്ഷനുള്ള കൃഷിയിടങ്ങളിലെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന 1 HP മുതൽ 7.5 HP വരെയുള്ള പമ്പുകളാണ് സൗരോർജ്ജവത്കരിക്കുന്നത്. സൗജന്യ കാർഷിക കണക്ഷനുള്ള കർഷകർക്ക് വേണ്ടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വൈദ്യുത ലഭ്യതയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അനത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിലാണ് സൗരോർജ്ജ പാനലുകളുടെ സ്ഥാപിക്കലും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തികളും നടപ്പിലാക്കുന്നത്. നിലവിലുള്ള പമ്പിൻ്റെ ശേഷിക്കനുസരിച്ചാണ് സൗരോർജ്ജ നിലയത്തിൻ്റെ ശേഷി നിശ്ചയിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI ബിന്ദു, സൗരോർജ്ജ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ PC ഷൗക്കത്തലി, നവകേരളം ജില്ലാ കോർഡിനേറ്റർ P സൈതലവി, അനർട്ട് ജില്ലാ എഞ്ചിനീയർ KV പ്രിയേഷ്, നാഗരശ്ശേരി കൃഷി ഓഫീസർ KP സീനത്ത്, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതു ഇടങ്ങളെ ശുചിത്വപൂർണ്ണമാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാരിൻ്റെതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ്. മലിനജലത്തെ ഫലപ്രദമായി സംസ്കരിക്കാൻ തൃത്താല മണ്ഡലത്തിലൊരുക്കിയ സോക്ക് പിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ മാലിന്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ വൃത്തിഹീന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് നോക്കി നിൽക്കാൻ സർക്കാരിനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ തുടർച്ചയായി തൃത്താല മണ്ഡലത്തിലെ പൊതുസ്ഥലങ്ങളിൽ അജൈവ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിക്കുന്ന ബിന്നുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി തെരഞ്ഞെടുത്ത 75 കേന്ദ്രങ്ങളിലാണ് ബിന്നുകൾ സ്ഥാപിക്കുന്നത്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് ദ്രവമാലിന്യ സംസ്കരണത്തിനായി കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് പദ്ധതി ഒരുക്കിയത്. തൃത്താല, ചാലിശ്ശേരി, നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് സംവിധാനം പൂർത്തീകരിച്ചു. ഓരോ വീട്ടിലും സ്ഥലപരിമിതി ഉള്ളതിനാൽ അവിടെ സോക്ക് പിറ്റ് നിർമ്മാണം വെല്ലുവിളിയായിരുന്നു. അതിനുള്ള പരിഹാരമാണ് കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് നിർമ്മാണം. മേഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ജയ, VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, T സുഹറ, വിജേഷ് കുട്ടൻ, പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ K ഗോപിനാഥൻ, നവകേരളം ജില്ലാ കോർഡിനേറ്റർ P സൈതലവി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK ചന്ദ്രദാസൻ, തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M അമ്പിളി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ 27 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. സിവിൽ സ്റ്റേഷനിലെ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് KSWMP പദ്ധതികൾ,
തീറ്റപ്പുൽ കൃഷി വ്യാപന പദ്ധതികളുടെ ഭാഗമായി ജില്ലാതല ഫോർഡർ ആക്ഷൻ പ്ലാൻ രൂപീകരണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2025-26 ഹെൽത്ത് ഗ്രാന്റ് വാർഷിക പദ്ധതി ഭേദഗതി തുടങ്ങിയവയ്ക്കാണ് അംഗീകാരം നൽകിയത്. 7ാം ധനകാര്യ കമ്മീഷന്റെ ജില്ലയിലെ സന്ദർശനവും യോഗം വിലയിരുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി യോഗത്തിൽ അധ്യക്ഷയായി. DPC അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ ബിനു ഐസക് രാജു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബിനിത പ്രമോദ്, അഡ്വക്കേറ്റ് R റിയാസ്, V ഉത്തമൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV നിത്യ, ആസൂത്രണ സമിതി അംഗം DP മധു, സർക്കാർ നോമിനി രജനി ജയദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരസ്പരം തൈകൾ കൈമാറി ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഹരിതകേരള മിഷന്റെ ഒരു തൈ നടാം ജനകീയ വൃക്ഷവത്കരണ പദ്ധതിയുടെ ഭാഗമായി ലോക സൗഹൃദ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സജിജ സതീശൻ, ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷിന് തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. സൗഹൃദം മഹാവൃക്ഷമായി വളരട്ടെ എന്ന ആശയവുമായി ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലും വിപുലമായ പരിപാടികളോടെ ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സ്കൂളിലെ 755 വിദ്യാർത്ഥികൾ പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറി. ക്യാമ്പയിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഹരിതകേരളം മിഷൻ കോർഡിനേറ്റർ KS രാജേഷ് വിശദീകരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്, ആരോഗ്യ വകുപ്പ്, ജില്ലാ പാലിയേറ്റീവ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കോൺക്ലേവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പാലിയേറ്റീവ് പ്രൈമറി, സെക്കൻഡറി നഴ്സുമാർ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ എന്നിവർക്ക് പരിശീലനം നൽകുന്നതിനും ജില്ലയിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് ഗ്രിഡ് സംവിധാനം പരിചയപ്പെടുത്തൽ, പാലിയേറ്റീവ് നയം അവതരണം എന്നിവയും കോൺക്ലേവിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MB പ്രിയ അധ്യക്ഷയായി. സംസ്ഥാന പാലിയേറ്റീവ് നോഡൽ ഓഫീസർ ഡോക്ടർ മാത്യു നമ്പേലി പരിശീലനം നയിച്ചു. മലപ്പുറം പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഒളകര GLP സ്കൂളിലും പറമ്പിൽ പീടിക GLP സ്കൂളിലും നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങുകളിൽ P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA അധ്യക്ഷനായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പെരുവള്ളൂരിൽ സ്കൂൾ കെട്ടിടം പണിതത്. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ 1.3 കോടി രൂപ ഉപയോഗിച്ചാണ് പറമ്പിൽ പീടിക GLPSൽ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചത്. ഒളകര സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ, തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രധാന അധ്യാപകൻ K ശശികുമാർ, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ, PTA പ്രസിഡന്റ് PP അബ്ദുൾ സമദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പറമ്പിൽ പീടിക GLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ, തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ, പ്രധാന അധ്യാപിക KP സുലോചന, PTA പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ 1.30 കോടി രൂപ ഉപയോഗിച്ചാണ് പറമ്പിൽ പീടിക GLPSൽ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചത്. കോട്ടയം ജില്ലാ മണ്ണ് പരിവേഷണ കാര്യാലയവും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചേർന്ന് ബ്ലോക്ക് തല മണ്ണ് പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അയ്മനം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പയിൻ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ മണ്ണ് പരിപാലനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞത്തിന്റെ വിത്ത് വിതരണോദ്ഘാടനം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിന്നു നിർവഹിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, അയ്മനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം, മണ്ണു പര്യവേക്ഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ NB ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ വിജയശ്രീ കോർഡിനേറ്റർമാർക്കുള്ള ശില്പശാല നടത്തി. KHS മൂത്താൻതറയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ അധ്യക്ഷയായി. വിദ്യാഭ്യാസ ഗുണമേന്മ ഉറപ്പാക്കുക, കായിക വികസനം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി സമഗ്ര പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാനും തീരുമാനിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ TM സലീന ബീവി, ഡയറ്റ് ഫാക്കൽറ്റി രാമകൃഷ്ണൻ, ട്രെയിനർ ബാലഗോപാൽ, വിജയശ്രീ കോർഡിനേറ്റർ T ജയപ്രകാശ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും
കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയും സംയുക്തമായി നടപ്പിലാക്കുന്ന മുറ്റത്തൊരു കശുമാവ് പദ്ധതിക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം ചെയ്തു. കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൊക്കം കുറഞ്ഞ, അധികം പടരാത്ത ഹൈബ്രിഡ് തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, KSACC ഫീൽഡ് ഓഫീസർ ശാലിനി, MG NREGS അക്രഡിറ്റഡ് എഞ്ചിനീയർമാർ, ബ്ലോക്ക് ജീവനക്കാർ, പദ്ധതി ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഊരുകൂട്ട ജില്ലാതല പ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല സംഗമം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തോടനുബന്ധിച്ച് പട്ടികവർഗ വികസനം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA സിബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ R ദാമോദരൻ, ഇന്ദിരക്കുട്ടി രാജു, മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ KG മനോജ്, ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമേകാൻ കൂറ്റൻ ഡീവാട്ടറിംഗ് പമ്പുകളുമായി എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കടവന്ത്ര ഗാന്ധിനഗർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്ന് അഗ്നിരക്ഷാ സേന റീജിയണൽ ഫയർ ഓഫീസർ JS സുനിൽകുമാറിന് പമ്പുകൾ കൈമാറി. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി 4 പമ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഉടൻ തന്നെ നിരത്തിലിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. താക്കോൽ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ K മനോജ്, കൊച്ചി കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ BS ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൂത്താട്ടുകുളം നഗരസഭയിൽ അരഞ്ഞാണിത്താഴം ആയുർവേദ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യസഭാ മുൻ MP വയലാർ രവി അനുവദിച്ച 10 ലക്ഷം രൂപയും നഗരസഭാ ഫണ്ട് 8 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ആയുർവേദ സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വർഷങ്ങളായി സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സബ് സെന്റർ ഇനി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. മത്തായി അരഞ്ഞാണിയിൽ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പരിപാടിയിൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ സുമ വിശ്വംഭരൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക രാജേന്ദ്രൻ, ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കുമാരി രജനി, ഡോക്ടർ സുജ ഫെബിഷ്, ജോർജ് തങ്കച്ചൻ, ലാലി ജോസഫ് എന്നിവർ സംസാരിച്ചു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് സ്റ്റേഷൻ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് അവസാനത്തോടെയാണ് 1000 പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന മേള സംഘടിപ്പിക്കുക. മേളയിൽ 19നും 59നും ഇടയിൽ പ്രായമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. +2, ITI, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, പ്രൊഫഷണൽ കോഴ്സ്, മറ്റുള്ള യോഗ്യതകളുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാം. പാർട്ട് ടൈം, ഫുൾ ടൈം, ഇന്റേൺഷിപ്പ്, ഓഫീസ്, വർക്ക് ഫ്രം ഹോം എന്നിങ്ങനെ ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള തൊഴിലവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടം ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നാരകത്തറ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തോമസ് K തോമസ് MLA അധ്യക്ഷനായി. നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 53.36 ലക്ഷവും NHMROPയിൽ നിന്നും 170 ലക്ഷവും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഭാഗമായി 7 ലക്ഷവും ചേർത്ത് ആകെ 2,30,00,000 രൂപയുടെ പുതിയ ആശുപത്രി കെട്ടിടമാണ് നാരകത്തറയിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിനോടൊപ്പം NHMROPയിൽ നിന്നും 7 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈര ജനകീയ ആരോഗ്യ കേന്ദ്രവും നവീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയായി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK തങ്കച്ചൻ, നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യാമണി ജയകുമാർ, നീലംപേരൂർ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ചു തോമസ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ആരോഗ്യലക്ഷ്മി പദ്ധതിക്ക് ആവോലി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. കാവന ആയുർവേദ ആശുപത്രിയിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് നിർവഹിച്ചു. സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 1.5 കോടിയിലധികം രൂപയുടെ ആയുർവേദ മരുന്നുകളാണ് പദ്ധതി വഴി ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ആർത്തവ ചക്രത്തിലെ ക്രമക്കേടുകൾ, അമിത രക്തസ്രാവം, വെള്ളപ്പൊക്കം മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ലക്ഷ്യം.
ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസമ വിൻസെന്റ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡി രമേശ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവ് നായ പ്രശ്നപരിഹാരത്തിന് പോർട്ടബിൾ ABC സെന്ററുകളുമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ജില്ലയിലെ തെരുവ് നായ പ്രശ്നത്തിന് പരിഹാരമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പോർട്ടബിൾ ABC സെന്റർ നടപ്പിലാക്കുന്നത്. കുഴിയോട്ടുമലയിൽ നിർമ്മിച്ചു വരുന്ന ABC സെന്ററിന് പുറമെയാണ് പുതിയവ. കാരവൻ മാതൃകയിലുള്ള ക്യാബിനാണ് ഏർപ്പെടുത്തുന്നത്. 3 ഓപ്പറേഷൻ ടേബിളുകളാണ് ഉള്ളത്. വന്ധ്യംകരണത്തിന് ശേഷം പാർപ്പിക്കുന്ന കൂടുകളും പോർട്ടബിൾ സെന്ററിന്റെ ഭാഗമാണ്. ചിലവ് ജില്ലാ പഞ്ചായത്താണ് വഹിക്കുന്നത്. ജനസാന്ദ്രത കുറഞ്ഞ മേഖലയിലാകും സെന്റർ ക്യാമ്പ് ചെയ്യുക. 7 ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ പരമാവധി തെരുവ് നായകളെ വന്ധ്യംകരിക്കും. ശേഷം 4 ദിവസം സംരക്ഷണം നൽകിയ ശേഷം തുറന്നു വിടാനാണ് തീരുമാനം. കൊല്ലം ജില്ലയിൽ സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് ലഭിച്ച 27 സ്ഥാപനങ്ങൾക്കുള്ള സാക്ഷ്യപത്രങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM G നിർമ്മൽകുമാർ അധ്യക്ഷനായി. ഗ്രാമപ്രദേശങ്ങളിൽ ODF+ നിലവാരം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് ശുചിത്വ മിഷനാണ് സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് നൽകുന്നത്. മികച്ച രീതിയിൽ ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും നടത്തുന്ന 5 അതിലധികമോ മുറികൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങളെയാണ് പരിഗണിച്ചത്. സ്ഥാപനങ്ങളിലെ ദ്രവ മാലിന്യ സംസ്കരണം, ജൈവ മാലിന്യ സംസ്കരണം, ഫിക്കൽ സ്ലഡ്ജ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കൽ, ശുചിത്വവുമായി ബന്ധപ്പെട്ട വിവരവിനിമയ വിജ്ഞാന പ്രവർത്തനങ്ങൾ എന്നിവയാണ് മാർക്കിന് പരിഗണിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബയ്ക്ക് ക്ഷണം. കേന്ദ്ര കുടിവെള്ള ശുചിത്വ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക അതിഥിയായിട്ടാണ് അദ്ദേഹം പങ്കെടുക്കുക. ശുചിത്വം, ODF+, ജൽജീവൻ മിഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചതിനാണ് അംഗീകാരം. ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളിലൂടെ സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ടുകളുടെ കൃത്യമായ വിനിയോഗം, തുടർച്ചയായ IEC പ്രവർത്തനങ്ങൾ, ഖരദ്രവ മാലിന്യങ്ങളുടെ പരിപാലനം, എല്ലാത്തരം അജൈവ മാലിന്യങ്ങളുടെയും കൃത്യമായ ശേഖരണവും കൈമാറ്റവും, കുടിവെള്ളം, ആരോഗ്യം, ശുചിത്വ മേഖലകൾക്കായി പദ്ധതി തുകയുടെ വലിയ ശതമാനം നീക്കിവെച്ചുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തന മികവാണ് തൃക്കരിപ്പൂരിൻ്റേത്. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശുചിമുറികൾ, നിരവധി കമ്പോസ്റ്റ് പിറ്റുകളും റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളും സോക്കേജ് പിറ്റുകളും സ്ഥാപിച്ചു നൽകിയത്, പൊതു ശൗചാലയങ്ങളുടെ നിർമ്മാണവും അവയുടെ തുടർ പരിപാലനവും, മികച്ച ഹരിതകർമ്മസേനയും അജൈവ മാലിന്യ പരിപാലനവും, ആധുനിക രീതിയിലുള്ള അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രവും അനുബന്ധ സൗകര്യങ്ങളും, 162 മിനി MCFകൾ, പ്രധാന റോഡുകളിൽ IEC സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ നിരവധി ബോർഡുകൾ, മികച്ച അങ്കണവാടികളും സ്കൂളുകളും, ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റും വഴിയോര വിശ്രമ കേന്ദ്രവും, മെച്ചപ്പെട്ട ശുചിത്വ സംവിധാനങ്ങൾ എന്നിവയിലൂടെ ODF+ മോഡൽ പഞ്ചായത്ത് എന്ന പദവി നേടിയെടുത്തതും അംഗീകാരത്തിന് കാരണമായി. എല്ലാവർക്കും കുടിവെള്ള വിതരണം ചെയ്യുന്നതിനായി പൊതു ടാപ്പുകൾ സ്ഥാപിച്ചു നൽകുകയും ജൽജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങളിൽ മികച്ച പുരോഗതി ഉണ്ടാക്കുകയും ചെയ്തു. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, PM വിശ്വകർമ്മ യോജന, സക്ഷം അങ്കണവാടി, പോഷൻ അഭിയാൻ, PM മാതൃവന്ദന യോജന തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കാനും സാധിച്ചു. കേരളത്തിൽ നിന്ന് ആകെ 4 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് പ്രത്യേക അതിഥികളായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ശാരുതിക്ക് ക്ഷണം. പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം ഗുഡ് ഗവേണൻസിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്താണ് ഒളവണ്ണ പഞ്ചായത്ത്. സുസ്ഥിര വികസന റാങ്കിംഗ് പട്ടികയിൽ A ഗ്രേഡ് നേടിയ കേരളത്തിലെ 6 പഞ്ചായത്തുകളിലൊന്നാണ് ഒളവണ്ണ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തും സ്ത്രീ ബാലസുരക്ഷയ്ക്കുള്ള ജാഗ്രതാ സമിതി അവാർഡിൽ സംസ്ഥാനത്ത് 1ാമതുമാണ് ഒളവണ്ണ. ലൈഫ് മിഷൻ PMAY നടത്തിപ്പിൽ മികച്ച പ്രകടനത്തോടെ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പും ശുചിത്വ മിഷൻ പുരസ്കാരങ്ങളും സംസ്ഥാനത്തെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരവും ഒളവണ്ണയുടെ നേട്ടങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ തദ്ദേശ ദിനാഘോഷ പരിപാടികളും ചിത്രങ്ങളും അടങ്ങിയ സുവനീറിൻ്റെ പ്രകാശനം എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 2025 ഫെബ്രുവരി 18, 19 തീയതികളിൽ ഗുരുവായൂരിലായിരുന്നു തദ്ദേശ ദിനാഘോഷം നടന്നത്. തൃശൂർ രാമനിലയത്തിൽ നടന്ന പ്രകാശന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS, ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, തദ്ദേശ സ്വയംഭരണ ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ്, അസിസ്റ്റന്റ് ഡയറക്ടർ PM വിനോദ് കുമാർ, തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, സുവനീർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച.
നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ക്ലീൻ ആൻഡ് ഗ്രീൻ പ്രവർത്തനങ്ങളിലേക്ക്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ 14 പേരടങ്ങുന്ന ഹരിതകർമ്മസേന മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചു വരുന്നത്. ഇവരെ 2 പേർ വീതമുള്ള 7 ടീമുകളായി തിരിച്ച് 2 വാർഡുകൾ വീതം ചുമതല നൽകിയിരിക്കുന്നു. ഓരോ മാസവും 5-ാം തീയതി ആരംഭിച്ച് 30-ാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് ഇവർക്ക് വാഹനം വാങ്ങൽ, അതുപോലെ തന്നെ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ MCF ഒരുക്കൽ, കൂടാതെ വരുമാന വർധനവിന് അധിക പദ്ധതികൾ എന്നിവ ലക്ഷ്യം വെക്കുന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ജനകീയമായി നടപ്പാക്കുക എന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും മാസത്തിൽ ഒരു തവണ ഹരിതകർമ്മസേന പ്രവർത്തകർ എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നു. ലഭ്യമായ പാഴ്വസ്തുക്കൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ തരംതിരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷെഡിംഗ് യൂണിറ്റിലേക്കും ഗ്രീൻ കേരള കമ്പനിയിലേക്കും കൊടുത്തുവരുന്നു. ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സേവനങ്ങൾക്കും ഹരിതകർമ്മസേന കാർഡ് നിർബന്ധമാക്കി. ഓരോ മാസവും യൂസർ ഫീ ടാർജറ്റ് നിശ്ചയിക്കുകയും അത് നേടിയവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുകയും ചെയ്തു. മാസാവസാനം അവലോകന യോഗം നടത്തി ഫീൽഡ് തലത്തിൽ സേന നേരിടുന്ന പ്രശ്നങ്ങളും കളക്ഷൻ ഉൾപ്പെടെ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ എടുക്കുകയും പ്രവർത്തന രീതികളിലെ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഏകദേശം 45 ടൺ അജൈവ മാലിന്യം ശേഖരിക്കുകയും തരംതിരിച്ച് CKC, ബ്ലോക്ക് RRF എന്നിവിടങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തു. മേൽ പ്രവർത്തനങ്ങൾക്കായി മാസം ശരാശരി 30,000 രൂപയോളം ചിലവഴിച്ചു വരുന്നു. യൂസർ ഫീ, CKC, ആക്രി ഉൾപ്പെടെ ആകെ 14.5 ലക്ഷം വരുമാനമുണ്ടായി. 9,000 മുതൽ 14,000 രൂപ വരെ അംഗങ്ങൾക്ക് പ്രതിമാസ വേതനം ലഭിക്കുന്നുണ്ട്. ശരാശരി 11,000 രൂപ. സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെച്ച 10,000 രൂപ ശരാശരി വേതനം നമ്മുടെ സേന കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നേടിക്കൊണ്ട് മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലാ ക്ഷേമ പ്രവർത്തനങ്ങൾ കാണാം. കാരുണ്യത്തിന്റെയും സാന്ത്വനത്തിന്റെയും പച്ചത്തുരുത്തായി പെരിയ CHCയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയ സെക്കൻഡറി വിദഗ്ധ പാലിയേറ്റീവ് പരിചരണ വിഭാഗം ജില്ലയുടെ തന്നെ ആരോഗ്യരംഗത്തെ പ്രകാശ ഗോപുരങ്ങളിലൊന്നാണ്. രോഗം ഒരു ശാപമോ പാപമോ അല്ല, അതൊരു അവസ്ഥയാണെന്നും എല്ലാവരും രോഗികളെയും പ്രായമുള്ളവരെയും സ്നേഹത്തോടെ പരിചരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും പഠിപ്പിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി വിദഗ്ധ പാലിയേറ്റീവ് പരിചരണ വിഭാഗം തുടങ്ങിയത് തന്നെ. ലിംഫൈഡീമ ബാധിതർ, കൊളോസ്റ്റമി ബാധിതർ, വൃദ്ധജനങ്ങൾ, വൃക്കരോഗികൾ, ട്രിക്യോസ്റ്റമി ചെയ്തവർ, മരണാസന്നരായവർ, കൂടാതെ വലിയ ശയ്യാവ്രണങ്ങളും മറ്റു വ്രണങ്ങളുമുള്ളവർ എന്നിവരെയടക്കം ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഹോം കെയർ ആവശ്യമുള്ളവരെയാണ് പരിചരണ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ CHC പെരിയയിലെ സെക്കൻഡറി പാലിയേറ്റീവിന്റെ സ്റ്റാഫ് നഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 5 പഞ്ചായത്താണ് ഉള്ളത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് സെക്കൻഡറി പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 961 പേഷ്യൻസിന് ഇത്രയും വർഷമായിട്ട് നമ്മൾ കെയറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 400ഓളം പേഷ്യൻസ് ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. 250 പേഷ്യൻസിനെയാണ് നമ്മൾ ഹോം കെയറിൽ പോയി കാണുന്നത്. ഹോം കെയറിനായി ഒരു വാഹനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വകയായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അമൃതകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു മാസത്തിൽ തന്നെ 2 ഹോം കെയർ ആവശ്യമായിട്ടുള്ള തീവ്രപരിചരണം കിട്ടേണ്ട പേഷ്യൻസിനെയാണ് സെക്കൻഡറി പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 പഞ്ചായത്തുകളിലായി 12 ദിവസങ്ങളിലാണ് ഹോം കെയർ നടത്തുന്നത്. 6 ഫിസിയോതെറാപ്പി ഹോം കെയറും 6 നേഴ്സസ് ഹോം കെയറുകളുമാണുള്ളത്. അതിൽ കൂടുതലായി 2 ഒപികളായി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ നടത്തുന്നു. ചൊവ്വാഴ്ച ദിവസം മെഡിസിൻ വാങ്ങാനായി പേഷ്യൻസ് OPയിൽ എത്തുകയും ഡയാലിസിസ്, കൊളോസ്റ്റമി, ലിംഫെഡിമ അങ്ങനെയുള്ള കൂടുതൽ കെയർ കിട്ടേണ്ട പേഷ്യൻസിന് അന്ന് OPയിൽ വെച്ച് നമ്മൾ പരിചരണം നൽകുന്നു.
നാളിതുവരെ 986 പാലിയേറ്റീവ് രോഗികൾക്കാണ് സെക്കൻഡറി വിദഗ്ധ പാലിയേറ്റീവ് കേന്ദ്രത്തിൽ പരിചരണം ലഭിച്ചിട്ടുള്ളത്. 5 പഞ്ചായത്തുകളിലെയും തീവ്ര പരിചരണം ആവശ്യമായ രോഗികൾക്ക് മാസത്തിൽ 12 ഹോം കെയറുകളിലായി നഴ്സസ് ഹോം കെയർ, ഫിസിയോതെറാപ്പി ഹോം കെയർ കൂടാതെ ഡോക്ടേഴ്സ് ഹോം കെയറും ഇവിടെ നൽകി വരുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും ലിംഫൈഡീമ ബാധിതർക്കുള്ള ലിംഫൈഡീമ പരിചരണവും ക്ലിനിക്ക് വഴി പരിചരണ പരിശീലനവും നൽകി വരുന്നു. എൻ്റെ പേര് പ്രിയേഷ്. ഞാൻ ആറാട്ടുപുഴ പ്രദേശമാണ്, പുതുമ പഞ്ചായത്ത്. അപ്പോൾ എൻ്റെ അമ്മ കഴിഞ്ഞ ഓഗസ്റ്റ് 11 സ്ട്രോക്ക് സംഭവിച്ച് ചികിത്സയിലാണ്. അപ്പോൾ തുടർ ചികിത്സയ്ക്കായി ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണ്. ഫിസിയോതെറാപ്പി ചെയ്തു വരുന്നതിന് ഇപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് ബ്ലോക്കിൻ്റെ ഒരു സ്കീമിൻ്റെ ഒരു വലിയൊരു സേവനം എനിക്ക് ലഭിച്ചു. അതൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം ആശാ വർക്കർ മുഖേന അവരെത്തുകയും ഫിസിയോതെറാപ്പിസ്റ്റുമായി എത്തുകയും ചെറിയൊരു സേവനം ലഭ്യമായി. നല്ലൊരു സ്കീമാണ്. അപ്പോൾ ഇത് ഇനി ഇതുപോലെ രോഗം അനുഭവിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഹെൽപ്ഫുൾ ആവട്ടെ. 5 പഞ്ചായത്തിലെയും വിദഗ്ധ പരിചരണം ലഭിക്കേണ്ട രോഗികൾക്കായി വീടുകളിൽ വെച്ച് തന്നെ എല്ലാവിധ പരിചരണങ്ങളും ലഭിക്കേണ്ടതിനായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി സെക്കൻഡറി പാലിയേറ്റീവ് ഹോം കെയറിനായി കൊട്ടേഷൻ മുഖാന്തരം വാഹനം വാടകയ്ക്ക് എടുക്കുകയും എല്ലാ പരിചരണങ്ങളും വീടുകളിൽ വെച്ച് നൽകുകയും മുഖ്യ പരിചാരകരായ വീട്ടുകാരെ പരിചരണം പഠിപ്പിച്ച് രോഗികളെ പരിചരിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന അതിപ്രധാനമായ കടമയാണ് പാലിയേറ്റീവ് കെയർ നടപ്പിലാക്കുന്നത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM റെജീനയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വാമനാപുരം ബ്ലോക്കിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ പേര് AM റെജീന. ഞങ്ങളുടെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് 19 ജനപ്രതിനിധികളാണുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MM ഷാഫി സാർ അവറുകളാണ്. പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലുള്ള നമ്മുടെ അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അവരിപ്പം 100% നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അതിദാരിദ്ര്യരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളായിട്ടുള്ളത്. ഇപ്പം അതിദരിദ്രരില്ലാത്ത പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് എന്നായിരുന്നു ഭരണസമിതിയുടെ സ്വപ്നം. അത് 80% ദൂരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീടില്ലാത്ത 2 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 2 കുടുംബങ്ങൾക്കും ലൈഫ് ഭവന പദ്ധതിയിൽ അടിയന്തരമായി തന്നെ ഉൾപ്പെടുത്തി അവർക്ക് ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വീട് മെയിൻ്റനൻസ് ആവശ്യമായ 7 കുടുംബങ്ങളുണ്ടായിരുന്നു. ആ 7 കുടുംബങ്ങളെയും വീട് മെയിൻ്റനൻസ് നൽകി വാസയോഗ്യമായ വീട് ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ ആവശ്യമുള്ള അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് മെഡിസിൻ സംവിധാനം ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന 3 പേരെ കണ്ടെത്താൻ കഴിഞ്ഞു. അതുവരെ അവരെ പുനരധിവസിപ്പിക്കാനും പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ നേട്ടം തന്നെയാണ്. കർഷകർ ഒരുപാടുള്ള ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത്. നമ്മളെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാട്ടുമൃഗങ്ങളുടെ ശല്യം അധികമുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. വനമേഖല പങ്കിടുന്ന പഞ്ചായത്താണ്. അതുകൊണ്ട് കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോളാർ പാനൽ നിർമ്മിക്കുവാനും സൗരവേലി നിർമ്മിക്കാനും ഒക്കെ നമ്മുടെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കി വരികയും ചെയ്യുകയാണ്. എല്ലാ വർഷവും തുടർ പദ്ധതിയായിട്ട് സൗരവേലിയുടെ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് കർഷകർ ആശങ്കയില്ലാതെ കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഒരു PHC ആണുള്ളത്. ആ PHC ഇപ്പം CHC ആക്കി ഉയർത്തിയിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭരണസമിതിക്ക് അത് ഏറെ വിലപ്പെട്ടതാണ്. നമ്മുടെ തൊട്ട് പ്രദേശങ്ങളിലൊന്നും തന്നെ ഇല്ലാത്ത അത്രയും ലാബ് സൗകര്യങ്ങളുള്ള വളരെ ഒരു ലാബ് അവിടെ നിർമ്മിക്കുവാനും അതിൻ്റെ പണി പൂർത്തീകരിക്കുവാനും അതിനാവശ്യമായ മെഷീനറീസ് വാങ്ങുവാനും ഈ ഭരണസമിതിക്ക് മുൻകൈയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യന്മാർ, ഒരു ഡോക്ടർ, ഒരു ഫാർമസിസ്റ്റ്, ഒരു സ്റ്റാഫ് നഴ്സ്, ഇവരെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് വെച്ച് മറ്റുള്ളവർക്കൊപ്പം പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയും പാങ്ങോട് ഗ്രാമപഞ്ചായത്ത്
പദ്ധതി ആസൂത്രണം ചെയ്ത് നടത്തി വരികയാണ്. ഇന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പം വനിതാ ജിമ്മ്, അതുപോലെ തന്നെ പെണ്ണിടം, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടുന്ന ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ വിദ്യാഭ്യാസം നിന്നുപോയ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവരെ തുടർന്നുള്ള വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി പല വകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവിടെ അതുപോലെ തന്നെ നമ്മുടെ വുമൻ ഫെസിലിറ്റേറ്ററുടെയും കൗൺസിലർമാരുടെയും കുടുംബശ്രീ CDSൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവിടെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ നൽകി വരുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെയാണ് പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ 20,000 മുതൽ 30,000 രൂപ വരെ എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 80ഓളം കുടുംബങ്ങളിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുണ്ട്. അവരുടെ സാമൂഹ്യ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി തന്നെ ജില്ലയിലെ തന്നെ നമ്പർ 1 ഒരു ബഡ് സ്കൂൾ നമുക്ക് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിന് ത്രിതല പഞ്ചായത്തുകൾ സംവിധാനത്തിലൂടെയും സഹായത്തിലൂടെയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബിൽഡിങ്, അതുപോലെ തന്നെ ടീച്ചർ, ഹെൽപ്പർ, അവർക്കുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ എല്ലാം തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും അഭിനന്ദനാർഹമാണ്. പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തന്നെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മുടെ 19 വാർഡുകളിലായിട്ട് 38 ഹരിതകർമ്മസേന അംഗങ്ങളെയും 2 തുമ്പൂർ മൊഴി പ്രവർത്തകരെയും നമ്മൾ വാർഡുകളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം അഭിനന്ദനീയാർഹമാണ്. ബ്ലോക്ക് തലത്തിൽ തന്നെ 1ാം സ്ഥാനം നേടിയ ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ നമ്മുടെ ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് MGNREGSുമായി സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും കോളനികളിലും ഒക്കെ തന്നെ നമ്മൾ സോക്ക് പിറ്റുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പശു വളർത്തുന്നവർക്ക് വേണ്ടി പശുത്തൊഴുത്ത് നിർമ്മിച്ച് മൂത്രത്തൊട്ടി, കമ്പോസ്റ്റ് ബിൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ബയോ ബിൻ, കമ്പോസ്റ്റ് ബിൻ നൽകാനായിട്ട് നമുക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പൊതു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മസേന വിങ്ങും എല്ലാവരും കൂടി ചേർന്നിട്ട് മാസത്തിലൊരിക്കൽ നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കാനായിട്ടുള്ളൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലുള്ള ടോയ്ലറ്റുകൾ, മാർക്കറ്റുകളൊക്കെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി സ്റ്റാഫുകളെ നിയമിക്കുകയും എല്ലാ ദിവസവും അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മേൽനോട്ടം ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റാഫിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ടീമിനെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നൊരു പ്രദേശം മരുതിമല, ഏറ്റവും ഹൈറ്റുള്ളൊരു പ്രദേശമാണ്. ഉരുൾപൊട്ടലാണ് നമ്മൾ ഏറ്റവും ഭയക്കുന്ന ഒരു പ്രകൃതി ദുരന്തമെന്ന് നമ്മൾ കാണുന്നത്. എങ്കിലും മഹാമാരിയായ കോവിഡൊക്കെ വന്നപ്പോഴും നമ്മുടെ പഞ്ചായത്തിന് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കോവിഡ് മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഏത് വന്നാലും ഒരു വിങ്ങിനെ തന്നെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് കഴിയുന്ന ഒത്തിരി വയോജനങ്ങളുണ്ട്. അവരുടെ മാനസിക ഉല്ലാസത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു പകൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അതിയായ ഒരു ആഗ്രഹം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുണ്ട്. അതിന് വേണ്ടുന്ന സ്ഥലവും ഏകദേശമൊക്കെ നമ്മൾ റെഡിയായി വരുന്നുണ്ട്. തുടർന്ന് വരുന്ന ഭരണസമിതിക്ക് അങ്ങനെയുള്ള അവരുടെ ശാരീരിക മാനസിക സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.